ഏട്ടത്തെയും ഏട്ടനും കൊടുത്തിട്ട് ഞാൻ കൊടുക്കാം. അത് നീ കൊടുക്ക ഗായത്രി. ഇത് ഏട്ടത്തി ചെയ്താ മതി. ഇതിനുള്ള അർഹത ഏട്ടത്തിക്കുണ്ട്. ഗായത്രി, ഏട്ടത്തി ഏട്ടത്തി എന്താ ഇത്? അയ്യേ, എന്താ ഏട്ടത്തി ഇത്? എന്തു ഏട്ടത്തി? ഏട്ടത്തിക്ക് ഓർമ്മയുണ്ടോ, ഭാവനെ ഞാൻ പ്രസവിച്ചപ്പോ ഇവളെ ആദ്യമായിട്ട് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഏട്ടത്തിയാ. ഇവക്ക് ചോറൂണും നടത്തിയപ്പോഴും ആദ്യ ഉരുള എടുത്തു കൊടുത്തതും ഏട്ടത്തിയാ. ആ എന്റെ കുഞ്ഞിന് ഈ നിമിഷം മധുരം കൊടുക്കേണ്ടതും എന്റെ ഏട്ടത്തിയാ. നീ ഒന്നും മറന്നിട്ടില്ലല്ലേ ഗായത്രി? നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടോ? കൊള്ളാം. ഇതൊക്കെ ഞാൻ മറന്നാൽ ഞാൻ അല്ലാതാകത്തില്ല ഏട്ടത്തി. സന്തോഷത്തോടെ നമ്മുടെ മക്കൾക്ക് മധുരം കൊടുക്കാൻ കൊടുക്ക്. ഇനി നീ കൊടുക്ക. അവക്ക് കൊടുക്കാനായിട്ട് മുട്ടി നിൽക്കുക. കൊടുക്ക്, വേഗം കൊടുക്ക്. വേഗം നോക്കട്ടെ. ഭാവനേച്ചിയും ഭാമേച്ചിയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചടങ്ങായി പോയി അല്ലെ ഭാവനേച്ചി? സത്യം, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ ജീവിതത്തിലും ഇതൊക്കെ ആദ്യമായിട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നത്. ഇതിപ്പോ ഒരു പുതിയ ചടങ്ങാണെങ്കിലും പണ്ടുള്ളവർ ഇതുപോലുള്ള ഓരോ ചടങ്ങുകളും കണ്ടുവച്ചിരിക്കുന്നതേ പരസ്പരം ഇതുപോലെ ഒത്തുകൂടാനും സന്തോഷിക്കാനും വേണ്ടിയാ. അല്ലേ ഗായത്രി? ആ കാലമൊന്നും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ഏട്ടത്തി. ഇവരൊക്കെ വിചാരിച്ച ഇത് തന്നെ ഒരു ചടങ്ങായി മാറ്റാലോ. വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താ പോരെ. എന്തായാലും ഭാവനേച്ചിക്കും ഭാമേച്ചിക്കും ഭാഗ്യമുണ്ട്. ഇതുപോലൊരു അപൂർവ സൗഭാഗ്യം കൈവന്നില്ലേ? അത് ശരിയാ. ഇനി അടുത്തത് നിന്റെ ഊഴ, അത് നീ മറക്കണ്ട കേട്ടോ.
അപ്പൊ അരുന്ധതി ഒരു മുന്നറിയിപ്പ് തന്നതാണല്ലേ? അയ്യോ ഏയ്, അയ്യോ, എന്റെ ദൈവമേ, എന്താണ് ഇത്? മതി മക്കളെ, മതി. ആണ്ടി നിനക്ക് ഞാൻ തരും കേട്ടോ. എന്തോ ഉണ്ടായത്? അവള് പറഞ്ഞു